നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഇന്ത്യ തൊട്ടടുത്ത ഘട്ടത്തിൽ ഏതു മേഖലയ്ക്കാണ് മുൻഗണന നൽകിയത്? അതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഒന്നാം പദ്ധതി കാർഷിക പുരോഗതി ലക്ഷ്യമിട്ടപ്പോൾ രണ്ടാം പദ്ധതി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് വ്യവസായവൽക്കരണത്തിനാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യവും ഈ പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയുടെ കാലയളവിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായി. 1956 ദേശീയ ഹൈവേ ആക്ട്, നാഷണൽ ഹൈവേസ് ആക്ട് നിലവിൽ വന്നു. ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ബുദ്ധി കേന്ദ്രം ആരാണെന്ന് നമുക്ക് നോക്കാം. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. PC മഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം പദ്ധതി മഹലനോബിസ് മാതൃക എന്നും അറിയപ്പെടുന്നു. ഈ മഹാനായ വ്യക്തിയെക്കുറിച്ച് PSC പരീക്ഷകളിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1893 കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. ലോകപ്രസിദ്ധനായ ഒരു സ്ഥിതിവിവര ശാസ്ത്ര നിപുണനാണ് അദ്ദേഹം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹലനോബിസ് അംഗമായത് 1946 ആണ്. കൂടാതെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും അദ്ദേഹമാണ്. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വലിയൊരു വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് വ്യാവസായിക നയം നോക്കാം. ഈ പദ്ധതിയുടെ അടിസ്ഥാനം 1956 വ്യാവസായിക നയമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നാണ് 1956 വ്യാവസായിക നയപ്രമേയത്തെ വിശേഷിപ്പിക്കുന്നത്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ച വർഷമാണിത്. ഈ 1956 വ്യാവസായിക നയപ്രകാരം വ്യവസായങ്ങളെ പ്രധാനമായും 3 തരംതിരിച്ചു. പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ, ആവശ്യപ്പെടുന്ന മറ്റു തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രാജ്യത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില പേരുകളാണിവ. ഭിലായി സ്റ്റീൽ പ്ലാന്റ്, ഇത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അവസാനമായി ഈ പദ്ധതിയുടെ ലക്ഷ്യവും അതിൻ്റെ യഥാർത്ഥ നേട്ടവും എന്തായിരുന്നു എന്ന് നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5% ആയിരുന്നു. എന്നാൽ ആ ലക്ഷ്യം പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്യം കൈവരിച്ചത് 4.27% വളർച്ചാ നിരക്കായിരുന്നു. ഇന്നത്തെ സെക്ഷൻ ഇവിടെ പൂർത്തിയാകുന്നു. ഇതിൻ്റെ തുടർച്ചയായി തുടർന്നുള്ള പദ്ധതികളിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും ലക്ഷ്യങ്ങളിൽ വന്ന മാറ്റങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ അറിവുകളുമായി കാണാം.